അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സിരതുളച്ചു കയറുന്ന രാസലായിനി തകർത്തില്ല മകനേ നിൻ സ്വപ്നങ്ങളൊക്കെയും. യൗവനം പൂക്കേണ്ട സകലയിടങ്ങളിൽ ജീവിതം ഇടറുന്നു ലഹരിതൻ ചൂണ്ടയിൽ. ഈ അടുത്ത് 25 വയസ്സുള്ള ആഷിഖ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ തൻ്റെ പെറ്റ അമ്മയെ അതിക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തി. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇത് പുതിയ അനുഭവം ഒന്നും അല്ല. സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായി തൂക്കിലേറ്റപ്പെടുന്ന ഷബിനം എന്ന് പറയുന്ന ചെറുപ്പക്കാരി തൻ്റെയും തൻ്റെ കാമുകൻ സലീമിൻ്റെയും അവിഹിത ബന്ധത്തിന് വിനാശകരമായിരുന്ന തൻ്റെ കുടുംബത്തെ 7 അംഗത്തെ സലീമിന്റെ സഹായത്തോടെ മയക്കുമരുന്ന് കൊടുത്ത് കഴുത്തറുത്ത് കൊലപ്പെടുത്തി. അങ്ങനെ ദിവസേന എത്രയെത്രയോ വാർത്തകളാണ് ഈ ഇന്ത്യ എന്ന മഹാരാജ്യത്ത്, ഈ കൊച്ചു കേരളത്തിൽ ഒക്കെ നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. എന്താണ് ഇങ്ങനെ കുട്ടികൾ ഈ ഒരു രൂപത്തിലേക്ക് മയക്കുമരുന്നിന്റെയും കഞ്ചാവിന്റെയും കള്ളിന്റെയും ഒക്കെ അഡിക്റ്റായി മാറുന്നത്? ഒരു കുട്ടിയെ വളർത്തുമ്പോൾ ആ കുട്ടിയുടെ മാനറിസങ്ങളെല്ലാം ചെറുപ്പം മുതൽക്ക് മാതാപിതാക്കൾ അറിഞ്ഞിരിക്കണം. ആ കുട്ടിയിൽ നിന്നുണ്ടാകുന്ന ചേഷ്ടകൾ മോശമാണെങ്കിൽ അതെല്ലാം ചെറുപ്പം മുതൽക്കേ തിരുത്തണം. ആ കുട്ടിയിൽ നിന്നുണ്ടാകുന്ന സ്വഭാവ വൈകല്യങ്ങൾ കണ്ടറിഞ്ഞ് പരിശോധനയ്ക്ക് വിധേയമാക്കി അതെല്ലാം തിരുത്തി ചെറുപ്പം മുതൽക്കേ ആ കുട്ടിയെ നല്ല രൂപത്തിൽ വളർത്തിയെടുക്കാൻ നാം പരിശ്രമിക്കണം. ഇവിടെയാണ് മഹാനായ സുഫിയാൻ സൗരി റളിയല്ലാഹു അൻഹുവിന്റെ ഒരു ഉദ്ധരണി പ്രസക്തമാകുന്നത്. ലാഇബ് ബിനക സബ്അ വഅദ്ദിബുഹു സബ്അ വസാഹിബുഹു സബ്അ സുമ്മ തുർക്കുഹു ലിത്തജാറുബ്. നിന്റെ മകനോട് 7 വയസ്സുവരെ നീ കളിക്കണം. 7 മുതൽ 14 വയസ്സുവരെ നീ അവരെ മര്യാദ പഠിപ്പിക്കണം. വസാഹിബുഹു സബ്അ, അവന്റെ കൂട്ടുകാരനായി 14 മുതൽ 21 വയസ്സുവരെ നീ കൂടെ പ്രവർത്തിക്കണം. ലിത്തജാറുബ്, പിന്നീട് പരീക്ഷണത്തിന് വിധേയമാക്കി അവരെ നീ വിടണം. ഇത് മഹാനായ സുഫിയാൻ സൗരി റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചതാണ്. അതിനു പുറമെ വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു. അല്ലാഹുമ്മ റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അഅ്യുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. വിവാഹ പ്രായമെത്തിയവരും വൈവാഹിക ജീവിതത്തിൽ പ്രവേശിച്ചവരുമൊക്കെ പ്രാർത്ഥിക്കേണ്ട ഒരു വലിയ പ്രാർത്ഥനയാണ്. മുഅ്മിനീകളുടെ അടയാളമായി പരിശുദ്ധ ഖുർആൻ രേഖപ്പെടുത്തി. പടച്ചവനെ, നീ ഞങ്ങൾക്ക് നല്ല ഇടകളെയും കൺകുളിർമയായ മക്കളെയും നീ നൽകണേ റഹ്മാനെ. കൺകുളിർമയായ മക്കൾ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ വഴിപ്പെടുന്ന, അള്ളാഹുവിനെ താഅത്ത് ചെയ്യുന്ന നല്ല മക്കളെ നീ നൽകണേ എന്നാണ് അതിൻ്റെ ആകത്തുക. ഈ നിലക്ക് പ്രാർത്ഥനയും അതുപോലെ തന്നെ ഉപദേശ നിർദ്ദേശങ്ങളുമൊക്കെയായി ചിട്ടയായ ഒരു ജീവിതം നമ്മുടെ ഭാഗത്ത് നിന്നും ഉണ്ടായെങ്കിൽ മാത്രമേ കുട്ടികളും നല്ല സ്വഭാവ വിശേഷമുള്ള മക്കളായി തീരുകയുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മക്കളെയൊക്കെ അല്ലാഹു സാലിഹീങ്ങളാക്കട്ടെ. ആ മരണപ്പെട്ടുപോയ ഉമ്മയുടെ ഖബറ് അല്ലാഹു സ്വർഗ്ഗ പൂന്തോപ്പാക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.